സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSC ചോദിച്ച 150ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ആത്മകഥ പേര് ജീവിതരസങ്ങൾ ആരുടേതാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരാണ് ജീവിതരസങ്ങൾ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2-വിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി ആദ്യമായിട്ട് ആരംഭിച്ച സർവകലാശാല ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത്. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? വിവരാവകാശ നിയമത്തിനായിട്ട് പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എവിടത്തേതാണ്? രാജസ്ഥാനിലെ സംഘടന. എന്തിനു വേണ്ടിയിട്ടാണ്? വിവരാവകാശ നിയമത്തിനായിട്ട് പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത് ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിലെ ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST നിലവിൽ വന്നത് ജൂലൈ 1, 2017 ആണ്. 1 ജൂലൈ 2017 ഇന്ത്യയിലെ GST നിലവിൽ വന്നത്. 1 ജൂലൈ 2017. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? 2019. ഓപ്ഷൻ സി ആണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം. ടോക്കിയോ ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉണർവ്. പദ്ധതിയുടെ പേര് ഉണർവ്. നടപ്പാക്കുന്നത് എക്സൈസ് വകുപ്പ്. ലക്ഷ്യം എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുക എന്നതാണ് ലക്ഷ്യം. ഏതിൻ്റെ നേതൃത്വത്തിലാണ്? വിമുക്തിയുടെ നേതൃത്വത്തിൽ. പദ്ധതിയുടെ പേര് ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറവ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3, 4 ശരിയാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി നദിയാണ്. ഈ 2 ക്വസ്റ്റ്യൻസും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ അടുത്ത ചോദ്യവും കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടണോപോളിസ് മുംബൈയാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈയാണ്.
അതുപോലെ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. അടുത്തത് താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സൗരോർജം, വേലിയോർജം, കൽക്കരി, ജൈവവാതകം എന്നിവയാണ്. ഇതിൽ പാരമ്പര്യം ഏതാണ്? കൽക്കരിയാണ്. കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഡിഗ്ബോയിലാണ്. ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. ഈ ചോദ്യങ്ങളെല്ലാം എല്ലാ പരീക്ഷയ്ക്കും എന്ന പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉൾപ്പെടാത്തത് ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗമാണ്? 4A ആണ്. 4Aയിലെ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 4A. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? എന്തിനൊക്കെയാണ്? സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്നത് ഏതാണ്? വെള്ളയാണ്. വെള്ള നിറം എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു? സമാധാനം, സമത്വം. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയുടെ ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിന് അംഗീകാരം നൽകിയത്. ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ദേശീയ ഗാനമാണ് ജനഗണമന. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993. 1993. 27ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻസ് വായിക്കാം. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. മതത്തെ നിഷേധിക്കുന്നു. ഇതിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല എന്നതാണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ
ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ഭഗത് സിംഗുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന, ബന്ധം ഇല്ലാത്തത് തന്നിരിക്കുന്നു. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഇതിൽ ഭഗത് സിംഗുമായിട്ട് ബന്ധം ഇല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 1, 2 എന്നിവ ഭഗത് സിംഗുമായിട്ട് ബന്ധം ഇല്ലാത്ത പ്രസ്താവനകൾ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന, ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധമില്ലാത്തത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധമില്ലാത്തത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ആരുടെ കീഴിലാണ്? സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ. അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആരെക്കുറിച്ചാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം നൈ താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. നൈ താലിം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നൈ താലിം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11 ആണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ പുസ്തകമാണ്? ആസാദിന്റെ പുസ്തകമാണ്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവ. ഇതിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്. അപ്പൊ പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയായിരുന്നു? അഭയാർത്ഥി പ്രവാഹം പ്രധാന വെല്ലുവിളിയായിരുന്നു. അതുപോലെ വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവയെല്ലാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും, എന്തിൻ്റെയൊക്കെയാണ്? വിദ്യാഭ്യാസം, കല എന്നിവയുടെ വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായിട്ട് യോജിക്കാത്തവ കണ്ടെത്തുക. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശൂരിൽ കേരള കലാമണ്ഡലം. DK കാർവേ വനിതാ സർവകലാശാല. ഏതാണ് യോജിക്കാത്തത്? യോജിക്കാത്തത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് യോജിക്കാത്തത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. നേഷൻ ഗോപാലകൃഷ്ണൻ ഗോഖലെ, വോയിസ് ഓഫ് ഇന്ത്യ ലാല ലജ്പത് റായ്, വന്ദേ മാതരം ദാദാഭായ് നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡികൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക് ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിരിക്കുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്.
വന്ദേ മാതരം ലാലാ ലജ്പത് റായുടേതാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഗദ്ദർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC MN ജോഷി, ലാലാ ലജ്പത് റായ്. ശരിയായ ജോഡി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ശരിയായിട്ടുള്ള ജോഡികളാണ്. 3, 4. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ശരിയാണ്. AITUC MN ജോഷി, ലാലാ ലജ്പത് റായ് ശരിയാണ്. MN ജോഷി, ലാലാ ലജ്പത് റായ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാലാണ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരൊക്കെ ചേർന്നാണ്? ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹ്യ, ആചാര്യ നരേന്ദ്ര ദേവ. ഒന്നുകൂടി പറയാം. ജയപ്രകാശ് നാരായൺ, രാം മനോഹർ ലോഹ്യ, ആചാര്യ നരേന്ദ്ര ദേവ്. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ആരെക്കുറിച്ചാണ്? ദാദാഭായ് നവറോജിയെ കുറിച്ചാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു INCയുടെ ആദ്യ പ്രസിഡന്റ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. WC ബാനർജി. അപ്പൊ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് WC ബാനർജി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കൽ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ ശരിയാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ശരിയാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകളിൽ ശരിയായവ: അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ബികാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? മാഡം ബികാജി കാമയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബികാജി കാമയാണ്. എവിടെയാണ് ഉയർത്തിയത്? ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് ഉയർത്തിയത്. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ബോംബെയിൽ ശാരദാ സദൻ, വിധവകൾക്കായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1553 കൂനൻ കുരിശു സത്യം.
1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. വർഷം 1789. ശങ്കരാചാര്യർ ജനിച്ചു. 788. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. വർഷം ഏതാണ്? 1341. കൂനൻ കുരിശു സത്യം നടന്നത് എന്നാണ്? 1653 കൂനൻ കുരിശു സത്യം നടന്നത്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത്: തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡാണ്. ശരിയാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. ശരിയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കേരളത്തിലെ കായലുകൾ. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2 ശരിയാണ്, 3 ശരിയാണ്. വേമ്പനാട്ട് കായലിലെ പുന്നമടയിലാണ് പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. ശരിയാണ്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. നീണ്ടകര അഴിമുഖം ശരിയാണ്. അടുത്തത്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? നദികളെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്: 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പ നദി വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. നദികളെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരി അല്ലാത്തത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ചിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദനശേഷി 780 MW. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയത് ചൈനയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. കുറ്റ്യാടി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. ശരിയാണ്. അടുത്തത്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. വന്യജീവി സങ്കേതങ്ങൾ: നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ എന്താണ്? തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. ശരിയാണ്.
തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ്. ശരിയാണ്. ഇനി നെല്ലിക്കാമ്പേട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് ആദ്യം നെല്ലിക്കാമ്പേട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളത്താണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്. പറമ്പിക്കുളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 47ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് എല്ലാം ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ പാമ്പാടും ചോലയാണ്. ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. യോജിക്കാത്ത പ്രസ്താവനകൾ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജംഗു. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കാത്തത് ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവ യോജിക്കാത്ത പ്രസ്താവനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജംഗു. ശരിയാണ്. അടുത്തത്, ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഗോദവർമ്മ രാജ, GV രാജയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ GV രാജയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് ആണ്. ശരിയാണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ശരിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. അടുത്ത ചോദ്യം, മനത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മനത്ത് പത്മനാഭനെ സംബന്ധിച്ച്
1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. മനത്ത് പത്മനാഭനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1947 മുതുകുളം പ്രസംഗം മനത്ത് പത്മനാഭൻ ശരിയാണ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ശരിയാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മനത്ത് പത്മനാഭനാണ് ശരിയാണ്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. സി കേശവൻ. കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരഗുരുവാണ്. കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. വെട്ടിയാട്ട് അടിലഹള കുമാരഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ്. വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. വി.ടി. ഭട്ടതിരിപ്പാട്. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. വി.ടി. ഭട്ടതിരിപ്പാട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കൊടുമുണ്ട കോളനി എന്ന ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വി.ടി. ഭട്ടതിരിപ്പാട്. ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് സമത്വ സമാജം, അരയ സമാജം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4 അരയ സമാജം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ, ടാഗോറിന്റെ സന്ദർശനം, ഗാന്ധിജിയുടെ സന്ദർശനം, ഗുരുവിന്റെ സമാധി. ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. ടാഗോറിന്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിന്റെ സമാധി 1928. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. ടാഗോർ സന്ദർശിച്ചത് 1922. ഗാന്ധിജി സന്ദർശിച്ചത് 1925. ഗുരു സമാധിയായത് 1928. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരു. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ ശരിയാണ്. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരു. ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു എന്നാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. നവമഞ്ജരി ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയാണ്. അടുത്തത്
അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്: സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് വില്ലുവണ്ടി സമരം നടത്തിയത് 1915, കല്ലുമാല സമരം 1893, 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അയ്യങ്കാളിയെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ ശരിയാണ്. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ പുലയ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം ഏതാണ്? 1937. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. ഇനി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. വർഷം ഏതാണ്? 1893. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തന്നിരിക്കുന്നത്. വില്ലുവണ്ടി സമരം നടത്തിയത് 1893. കല്ലുമാല സമരം ഏതാണ്? 1915. അടുത്തത് തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: 1891 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ, 1896 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ, 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന നിവർത്തന പ്രക്ഷോഭം. ആരൊക്കെയാണ്? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന നിവർത്തന പ്രക്ഷോഭം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ്. ഈഴവ മെമ്മോറിയൽ ഏത് വർഷമാണ്? 1896. അതുപോലെ മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? 1891. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് ആരെക്കുറിച്ചാണ്? അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജോൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ ചെറിയാനാണ്. തിരുവനന്തപുരത്തെ ജോൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അക്കാമ ചെറിയാൻ ശരിയാണ്. അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം എന്നത്. അടുത്തത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമികൾ, VT ഭട്ടതിരിപ്പാട്. റൈറ്റ് സൈഡിൽ പ്രസ്ഥാനങ്ങൾ തന്നിരിക്കുന്നു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയിലെ ഓക്സിജന്റെ 20% നൽകുന്നു. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ റിക്കറ്റ്സിയയാണ്. റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിലാണ്? കരളിലാണ്. കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കുവാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഏത് മൂലകത്തിന്റെ അഭാവം? നൈട്രജന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ്. നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്? ജലത്തിന്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്.
സങ്കരയിനം നെല്ലിന് ഉദാഹരണം അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, അവയിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ആറ്റത്തെ വിഭജിക്കുവാൻ കഴിയില്ല. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ആറ്റത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? എഴുപത്തിരണ്ടാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കലാമിൻ സിങ്കിന്റെ അയിരാണ്. അടുത്തത്, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ഡോബറൈനർ ആണ്. അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലിയേവ്. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മോസ്ലി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണ്? ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ശരിയാണ്. ടാനിക് ആസിഡ് മഷീത്തുകൾ ഇവയുടെ നിർമ്മാണം ശരിയാണ്. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ശരിയാണ്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന 5 തരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? ശബ്ദ തരംഗങ്ങൾ അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം. സ്ഥാനം മൂലം ലഭ്യമാകുന്നത് ഏതാണ്? സ്ഥിതികോർജമാണ് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര്. പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, പാസ്കൽ. ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാസ്കൽ ആണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? മീററ്റിൽ നിന്നുമാണ് ആരംഭിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സമരം, നിസ്സഹരണ സമരം, ഉപ്പ് സത്യാഗ്രഹം. ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏതാണ്? ചമ്പാരൻ സമരമാണ്. ലാൽ പാൽ ഭാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ പെടുന്നു? തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്. തീവ്ര ദേശീയതയുടെ കാലഘട്ടം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ജുനഗഡ്, പഞ്ചാബ്, ഹൈദരാബാദ്, കാശ്മീർ. വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? പഞ്ചാബാണ്. ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നിവയെല്ലാം ഇന്ത്യ യൂണിയനിൽ ചേരാനായിട്ട് അത് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു.
തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോട്ടി ശ്രീരാമലു ആണ്. പോട്ടി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ്? മംഗൾയാനാണ്. മംഗൾയാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അംബേദ്കർ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് അവകാശത്തിന്റെ ഭാഗമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A ആണ്. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. മൗലിക അവകാശങ്ങൾ 6, മൗലിക കടമകൾ 11. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? ഗാന്ധിയൻ ആശയം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതിൽ ഗാന്ധിജി നൽകിയ ആശയം അല്ലാത്തത് ഏതാണ്? യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം മലനിരകളിലാണ്. കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ്. താർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിന്റ്. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി നിലയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കായംകുളം താപ വൈദ്യുത നിലയമാണ്. താപ വൈദ്യുത നിലയം. ഓപ്ഷൻ ബി 3 മാത്രം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഓപ്ഷൻ സി 3 മാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഓപ്ഷൻ ഡി 3 മാത്രം. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയിലാണ് വരുന്നത്. ഓപ്ഷൻ എ 4 മാത്രം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? വനപ്രദേശം ഇടുക്കിയാണ്. ഇടുക്കി. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മുതലമടയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 മാത്രം. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? മുതലമട. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം 16ാമത്തേത് ഏതാണ്? മലബാർ വന്യജീവി സങ്കേതം. ഓപ്ഷൻ സി ആണ്. 4 മാത്രം. കേരളത്തിലെ 16ാമത്തെ വന്യമൃഗ സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ആദ്യത്തേത് ഏതാണ്? തട്ടേക്കാടാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം. 2023 വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 2 മാത്രം. മുളന്തുരുത്തി. 2023 വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്താണ് മുളന്തുരുത്തി. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ആരാധന നടത്തുന്നതിനും വേണ്ടിയായിരുന്നു. വഴി നടക്കുന്നതിന്
ഉള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവയായിരുന്നു. വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു, അതുപോലെ പിന്തുണ നൽകാനായിട്ട് മഹാത്മാഗാന്ധി എത്തിയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്തത്, തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. ശംഖുമുഖത്ത് പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം. പി കൃഷ്ണപിള്ള നേതൃത്വം കൊടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട്. അടുത്തത്, താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതായിരുന്നു? വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നത് ചാന്നാർ ലഹളയാണ്. ഇന്റർനാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3-ാമത്തേതാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു ആര്? ശ്രീനാരായണ ഗുരു. ശരിയാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശരിയാണ്. ഏത് വർഷമാണ്? 1888-ലാണ്. അടുത്തത്, 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേക്കുന്ന രാജ്യം ഏതാണ്? 2026. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജപ്പാനാണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3-മായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. തുമ്പയിൽ നിന്ന് വിക്ഷേപണം നടത്തി. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അപ്പൊ ബന്ധമില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്. തുമ്പയിൽ നിന്നും വിക്ഷേപണം നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപണം നടത്തിയത്. അതുപോലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരനാണ്? 2023. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. 2023 നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാന. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി എന്നത്. ഒഡാസിറ്റി. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം പ്രോട്ടീനാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? അറ്റ്ലസ് ഫുട്ട് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. പ്രമേഹ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ. പ്രമേഹം ഏതാണ്? നീലവൃത്തമാണ്. നീലവൃത്തം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കാഗോൺ. മറ്റൊന്ന് ഏതാണ്? ഇൻസുലിൻ ആണ്. ഇൻസുലിൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏതാണ്? ശ്വാസകോശ രോഗം എംഫിസിമയാണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം. ലെപ്റ്റോസ്പൈറ. എലിപ്പനിയാണ്. എലിപ്പനി. ഏത് രോഗത്തെ തടയാനാണ് BCG എടുക്കുന്നത്? BCG എടുക്കുന്നത് ക്ഷയരോഗത്തെ പ്രതിരോധിക്കാനാണ്. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം. രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3ആയി തിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ആഗ്നേയ ശിലകൾ ബസാൾട്ട്, കായാന്തരിത ശിലകൾ ചുണ്ണാമ്പുകല്ല്, അവസാദ ശിലകൾ ഗ്രാനൈറ്റ്, കായാന്തരിത ശിലകൾ മാർബിൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവ ശരിയാണ്. ആഗ്നേയ ശിലകൾ ബസാൾട്ട് ശരിയാണ്. കായാന്തരിത ശിലകൾ മാർബിൾ ശരിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഘോര രവീന്ദ്രനാഥ് ടാഗോർ. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി. ഗോദാൻ പ്രേംചന്ദ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ സുതാര്യത. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത എന്നത്. ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി BOT, PPP തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം അനുയോജ്യമായവ ആണ്. കാർഷിക കാലങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത്. ഗോതമ്പ് ഏത് തരം വിളയാണ്? റാബി വിളയാണ്. ഗോതമ്പ് റാബി വിളയാണ്. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കന്റിലിസ്റ്റിൽ ഉൾപ്പെടാത്തവ തിരിച്ചറിയുക. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ഉൾപ്പെടാത്തതാണ്. 2, 3 ഉൾപ്പെടാത്തത് ആണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. കെ സുബ്രഹ്മണ്യം, പ്രഹ്ലാദ. TR സുന്ദരം, കണ്ടം വെച്ച കോട്ട്. MT വാസുദേവൻ നായർ, നിർമാല്യം. രാമു കാര്യാട്ട്, ചെമ്മീൻ. അടുത്ത ചോദ്യം. കാൽ ബൈശാഖിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3, 4 എന്നിവ ശരിയാണ്. 3, 4. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതികളുടെ ആധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 1991 69-ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഒന്നും കൂടി നോക്കാം. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതികളുടെ ആധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 1991 69-ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. അടുത്തത്. പണബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. BCD ശരിയാണ്. BCD ശരിയാണ്.
അനുച്ഛേദം 111 പ്രകാരം പണം ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണം ബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത്? ഒരു ചെയർപേഴ്സണും 6-ൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കണം. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. ഓപ്ഷൻ ബി ആണ് ബന്ധപ്പെടാത്തത്. ഓപ്ഷൻ ബി. കേരളത്തിലെ നിലവിലെ വ്യവസായിക വകുപ്പ് മന്ത്രി ആരാണ്? പി രാജീവ് ആണ്. പി രാജീവ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളിയാണ് മെനിഞ്ചസ്. സുഷുമ്ന നാഡിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിലും സുഷുമ്ന നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം. തന്നിരിക്കുന്ന നിശാന്തത, സിക്കിൾ സെൽ അനീമിയ, ഗോയിറ്റർ, സിറോഫ്താൽമിയ. ഓപ്ഷൻ ബി ആണ്. സിക്കിൾ സെൽ അനീമിയാണ് അപര്യാപ്തത രോഗം അല്ലാത്തത്. ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടെ എത്ര മടങ്ങ് ആയിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം. 8 മടങ്ങ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ്. ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്? ഹാലോജൻ കുടുംബം 17-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് വിൻഡോസ്, യുണിക്സ്, ജിബ്, ഉബുണ്ടു. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ജിംബാണ്. ഫിഷിംഗ് എന്നാൽ എന്താണ്? ഫിഷിംഗ് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.